നമ്മുടെ അഖേദി എത്തുന്നു ചിരി ചിരി റൗണ്ടുമായിട്ട്. ലെറ്റ്സ് വെൽക്കം അഖേദി കുട്ടി ഓൺ സ്റ്റേജ്. ഓ അയ്യോ ആര്യ ചേച്ചിക്ക് അതിന് വലിയ ഇഷ്ടം. നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഉഗ്രനായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ വേദിയിൽ നമുക്കിപ്പോ കാണാൻ പറ്റുന്നത് ഒരു ചീനക്കാരിയും ഒരു ചീനച്ചട്ടിയും. കിട്ടിയല്ലോ. എന്തായാലും കൊള്ളാട്ടോ. കാർട്ടൂണിലുള്ള എനിക്ക് അടുത്തൊന്ന് വന്നിട്ട് കാണുന്നു. എടാ ഈ കണ്ണൊക്കെ ചെയ്തിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ സാർ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ അടുത്ത് വന്ന്. പിന്നെ ഐബ്രോ കണ്ടോ, അത് പൊക്കി വെച്ചിരിക്കുവോ ഇങ്ങനെ. എനിക്ക് ആ അഖേദി കുട്ടിക്ക് ഒരു മ്യൂസിക് കൊടുക്കണമെന്നുണ്ട്. ഓ ആര്യ ചേച്ചിക്ക് ചൈന ഭാഷ അറിയാന്ന് കേട്ടു. അതെ 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 ഇവിടെ കിടന്ന് ഭയങ്കര ഷോ ആ മോളെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ചൈനന്നാ വരുന്നേ, അറിയാവോ? കണ്ടപ്പോ മനസ്സിലായി. മെയ്ഡ് ഇൻ ചൈന. സൈ സോങ് വോ സൈ ഹ്യുവൻ സ്യുഹൻ ഡേ ഷിവു ഷീഷേട്ടങ്. ഇതെനിക്ക് ചൈനയില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. ആര്യ ചേച്ചി പറഞ്ഞു കൊടുക്കേ. അല്ല ഇത് ടോണിലാണ് കാര്യം. ഞാൻ എപ്പോഴും പറയുന്നില്ല മലയാളം പറയുന്ന പോലെ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം മാറി. വേണ്ട 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 എടാ നീ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കടാ. സൈ സോങ് വോ സായ് സോങ് വോ അതായത് ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ചീത്തനൊന്നും ഇല്ലായിരുന്നു ചൈനീസിൽ. സൈ സോങ് വോ 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 ആയിരിക്കും. ഞാൻ സൈ സ്യുഹൻ ഷിവു ഇതൊക്കെ ഉള്ളതാണോ? ഞാൻ പെട്ടു. അയ്യേ അയ്യേ ആര്യ ചേച്ചി പെട്ടു. എന്തായിരുന്നു ഇവിടെ നമ്മള് എന്തായിരുന്നു എങ്ങനെയാ ഞങ്ങളെ മാർക്ക് പറഞ്ഞു വിടുന്നേ? അത് ശരിക്കും ഉള്ളതാ. ഇപ്പോഴല്ലേ മനസ്സിലായത് അത് ശരിക്കും. ആർക്കും ഇത് അറിയാത്തത് കൊണ്ട് ഇത്ര നാള് കൊള്ളാമായിരുന്നു. അറിയാത്ത ഒരാള് വന്നപ്പോ നോക്ക്, ചൈനക്കാരി വന്നപ്പോ ഇതല്ല. അർത്ഥം എന്താന്ന് പറഞ്ഞു കൊടുക്ക. എനിക്ക് ചൈനയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പാമ്പിന്റെ സൂപ്പാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ അരിക്ക് ഇഷ്ടമില്ലാത്തോണ്ട് അത് പഠിച്ചിട്ടില്ല. അറിയില്ല. ഞാൻ അങ്ങോട്ടേക്ക് വരാം. എനിക്ക് ഈ പണിനേക്കാളും നല്ലത് ഇത് അറിഞ്ഞൂടായിരുന്നു. ഇന്നലെ പഠിച്ചതാണോ? എനിക്ക് ഈ ചൈനീസ് തീരെ പരിചയമില്ല. ഇത് കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെയാണ് ആര്യ ചേച്ചിക്ക് അറിയാം. നീട്ടി പിടിച്ചുള്ള വാക്ക് വന്നപ്പോ ഗ്രാമർ പഠിച്ചിട്ടില്ല. അറിയാം ഐ ലവ് യു. പിന്നെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫോൺ നമ്പർ ചോദിക്കാൻ അറിയാം. ഐ ലവ് യു എന്ന് പറയാൻ അറിയാം, നമ്പർ ചോദിക്കാൻ അറിയാം. എന്നാ ആര്യ ചേച്ചിന്റെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കാം. അത് സിമ്പിളാ. പിന്നെ നിഹാവോമാ. ഓ ഹാവ്. നിനക്ക് സുഖാണോ? ഭാഗ്യം. രക്ഷപ്പെട്ടു. നല്ല ഒതന്റിക് ചൈനക്കാരി. കൈ കൊടു. ഞാൻ പോട്ടെ, പാടിക്കോ. ഏതാ പാടുന്നത്? പ്രേമമിന്നാൽ. അതിനാണോ ഈ വേഷം? അതെ. പറഞ്ഞു കൊടുക്കൂ. അതെ. വർഷം 1970. മൂവി മിണ്ടാപ്പെണ്ണ്. പിന്നെ മ്യൂസിക് ഡി ദേവരാജൻ മാസ്റ്റർ. ജി സോറി. പിന്നെ ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സാർ. പാടിയത് LR ഈശ്വരി അമ്മയും പിന്നെ CO ആന്റോ സാറും. അപ്പൊ മിണ്ടാപ്പെണ്ണ് കരമടക്കി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ കൈന്റെ ഉള്ളൊന്ന് കാണിച്ചേ ആര്യ ചേച്ചി. പാമ്പിന്റെ സൂപ്പ് അല്ലേ? നല്ലോണം പാടണം. പാമ്പ് സൂപ്പ് കൈ കിടന്ന് പോയി. അതൊക്കെ അതാണ് ഒന്ന് തെറ്റിച്ച് പറഞ്ഞോണ്ട് എനിക്ക് കിട്ടാൻ. മതി മതി മതി. ചമ്മൽ അക്സെപ്റ്റ് ചെയ്യണം നമ്മളാട്ടാ. ഓക്കെ ബൈ. പ്രേമമിന്നാൽ കരളും
അഗൈതി ഹോഷാഫാ. ഓ ശരിക്ക് അഗൈതി കുട്ടി പാടുകല്ലായിരുന്നു, ജീവിക്കായിരുന്നു. താങ്ക് യു സർ. പ്രത്യേകിച്ചും അനുപല്ലവി ചാരണം അതെ, അതെ, ഒരു അതെ. രക്ഷയില്ല. പ്രത്യേകിച്ച് അവസാനത്തെ ആഹാ അല്ലേ, കറക്റ്റ് ആയിരുന്നു അത്. അതെന്തായിരുന്നു? ആഹാ കറക്റ്റ് നോട്ട്സ്, കറക്റ്റ് നോട്ട്സ്. അതെ. അത് മാത്രല്ല അതിനിടയിൽ കണ്ണ് ആ എപ്പോഴും അങ്ങനെയല്ല ജസറി, ഇങ്ങനെ ഇതിങ്ങനെ കണ്ടോ. ഒന്ന് തെക്കോട്ടെ ഒന്ന് വടക്കോട്ടെ അങ്ങനെ. അഭിനയവും നൃത്തവും ബാബു സാമയ്ക്ക് മാത്രമേ ഓഫ് കോഴ്സ് ഇതിലെ നോട്ട്സ് ഒക്കെ വളരെ ഈസിയാണ്. പക്ഷേ അതിന് ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഫ്ലേവർ, ഈ പാട്ടിന് ഒരു ചൈനീസ് ഫ്ലേവർ വരുന്നു. അത് മാത്രമല്ല ഓരോ നോട്ട്സും ഇങ്ങനെ ലഗാറ്റോസ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നു. അത് കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ. അത് മാത്രമല്ല അതിനിടയിൽ പെർഫോമൻസും കൂടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിക്കായിരുന്നു. അതെ, അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ഒന്നും അങ്ങനെ പെർഫോമൻസ് ആയിട്ടോ ഇതായിട്ടോ ഒന്നും മാറ്റി നിർത്തിയിട്ട് കാണാൻ പറ്റുന്നില്ല. എല്ലാം ഒന്നിച്ചൊരു അതുപോലെ ഒന്നിച്ചൊരു full അതുപോലെ package. എഫർട്ട്ലെസ് ഈസ് ആയിരുന്നു. അത് ഒരു അത്ഭുതമാണ് കേട്ടോ Thank ഈ you, പാട്ടിനെ sir. സംബന്ധിച്ചിടത്തോളം. അതിന് ഈ കോസ്റ്റ്യൂം, ഈ പാട്ട് നമ്മുടെ അഗൈതി കുട്ടിയാണെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ആ Thank you. ഇവിടെ നമുക്കൊരു ക്യാരക്ടറിനെ കാണാൻ പറ്റി. എ സിംഗർ ബിക്കംസ് എ ക്യാരക്ടർ. അതാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ഫിലിം മ്യൂസിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടല്ലേ പാടുന്നത്, അല്ലേ? അപ്പൊ ആ ക്യാരക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ ആ പാട്ട് കൊണ്ട് കാര്യമില്ല, ആ പാട്ടുകാരനെ കൊണ്ടും കാര്യമില്ല. കുട്ടി നന്നായി പാടി, അടിപൊളിയായി പാടി. അപ്പൊ അഖൈദ് കുട്ടി നന്നായി പാടി, അടിപൊളിയായി പാടി. നോർമലായി. അഖൈദ് കുട്ടി ഇതുവരെ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയും ഇന്നത്തെ പെർഫോമൻസ്. താങ്ക് യു സർ. കാരണം യാതൊരു ടെൻഷനും ഇല്ലാതെ ഇത് വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പോലെയാണ് ഇന്നിപ്പോ. പാടിക്കൊണ്ടിരിക്കുക മാത്രമല്ല, ഇതുപോലെ അഭിനയിക്കുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളെ പോലെയാണ് ഇന്നിപ്പോ പാടിയത്. താങ്ക് യു. ഈ പാട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇതുപോലെ ഡാൻസ് നേരത്തെ കളിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോ ഇങ്ങനെ കളിക്കും, അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങൾ വന്നാലോ. ആണല്ലേ? പാട്ട് പഠിക്കുമ്പോ തന്നെ കളിച്ചോണ്ടാണ് പഠിക്കുന്നത്. ഓ ഓ, അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ പിന്നെ തെറ്റിപ്പോണ പ്രശ്നമില്ലല്ലോ. പ്രത്യേകിച്ച് അഹോ എന്താ പാടി? ഓഹോ. ഓഹോഹോ, അത് ഓഹോ ആയിരുന്നു. വെരി Thank നൈസ്, you. വെരി നൈസ്, സൂപ്പർ. ഞാൻ ഇനി എന്തെങ്കിലും പറയണോ? ഇവിടെ ഓടി വന്നത് പോരെ? അതെ, ആ അപ്പൊ തന്നെ സന്തോഷം മനസ്സിലായില്ലേ? ഓ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. ഇഷ്ടു. ഇഷ്ടു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പെർഫോമൻസ് ആര്യ ചേച്ചിക്കാണ് ഏറ്റവും ഇഷ്ടു. അതെ. നമ്മള് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അനുപല്ലവില് ഹെഡ് വോയിസിലൂടെ പോയത് ആ മിടുക്ക്. താങ്ക് യു സർ. Yeah. എന്റെ കസിൻസ് വന്നു, പിന്നെ എന്റെ അച്ഛന്റെ ചേച്ചിമാരൊക്കെ വന്നു. എല്ലാരും എന്റെ അടുത്ത് ചോദിക്കാറില്ലേ എന്താണ് ആരെ പേരിട്ടത് എന്ന്. ആ. പേരിട്ട മാമിയാണ് അത്. ഓ, ഈ മാമിയാണ് പേരിട്ടത്. പേരിട്ട പേര് ശശികല. മാമിയാണിത്. അപ്പുറത്തിരിക്കണ മാമി ശോഭ മാമി, ആഹാ. അപ്പുറത്തിരിക്കണ മാമി ഉഷപ്രഭ എന്നാണ് പേര്. അച്ചമ്മയാണ് അവിടെ ഇരിക്കണത്. പക്ഷെ അച്ചമ്മക്ക് വെയ്യാഞ്ഞിട്ട് പോലും എന്റെ പാട്ട് കേൾക്കാൻ വന്നതാണ് അച്ചമ്മ. ആ. പേരിട്ട മാമീന്റെ മോന്റെ മോള്, ഓക്കെ. അതിന്റെ അച്ഛനും അമ്മയും. ആ. പിന്നെ അത് അച്ഛന്റെ ചേച്ചിന്റെ മോന്റെ മോൻ, ചെറിയ മോനാണത്. വലിയ മോന് വരാൻ പറ്റിയില്ല. ചേട്ടനാണോ ചെറിയ മോൻ? ഓക്കെ. ആ ആ. പിന്നെ അപ്പുറം ഉള്ളത് അതിന്റെ അമ്മമ്മ. അപ്പൊ ഒരു ടെമ്പോ ട്രാവൽ എടുത്ത് വന്നിരിക്കുകയാണ്. എല്ലാ ഓ, ശരി. ബന്ധങ്ങളും മനസ്സിലായല്ലോ. എന്തായാലും പേരിട്ട മാമിയും കൂടെ ചേർത്ത് നമ്മുടെ അഖൈദ് കുട്ടിക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100 on 100 വേഗം എടുത്തോ, നമ്മുടെ അഗീതി കുട്ടിയാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. അരിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും ഫേവറേറ്റ് അല്ലേ? അതെ നടന്നു വരാൻ മടിയാണെങ്കിൽ പറഞ്ഞ പോലെ. ചേച്ചി. അതെ, ആര്യ ചേച്ചി തന്നെ തരും. ചൈനീസ് സ്റ്റൈലിലാണല്ലോ നിൽക്കുന്നത്. വല്ലപ്പോഴൊക്കെ പരിചയിക്കണം. വലിയ വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ്, പെർഫോമർ ഓഫ് ദ ഡേ. രണ്ടാമത്തെ 100, ഇനിയും 100 അടിക്കണം. അതെ. ഓൾ ദി ബെസ്റ്റ്.